ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിത് കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം റീപാക്കൊക്കെ ആയിട്ട് ഗെയിംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ ഇൻസ്റ്റാളേഷൻ ഫയൽ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ടൊന്ന് കാണിക്കുക. യെസ് കൊടുക്കുക. പലർക്കും ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയായിരിക്കും, പക്ഷേ ചില മിസ്റ്റേക്ക് പലർക്കും പറ്റുന്നതാണ്. അപ്പം അതില്ലാണ്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ആൻറ്റിവൈറസ് ഉള്ളവർ ആൻറ്റിവൈറസ് ഡിസേബിൾ ആക്കുക. അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിൻഡോസ് സെക്യൂരിറ്റി ആപ്പ് ഓപ്പൺ ആക്കുക. ഇത് എന്തായാലും നിങ്ങൾ വിട്ടുപോയിട്ട് നമ്മളിപ്പം ഒരു ടൊറൻറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത സംഭവം ഗെയിമോ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നേരെ ഇതിൽ ഈ ഷീൽഡിൻ്റെ സംഭവത്തിലേക്ക് പോകുക. പലതിനും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വിൻഡോസിൻ്റെ വേർഷൻ അനുസരിച്ച്. കുറച്ച് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മാനേജ് സെറ്റിങ്സ് എന്ന് കാണാം. അപ്പം റിയൽ ടൈം പ്രൊട്ടക്ഷൻ ഇത് ഓഫാക്കുക. സംഭവം മൊത്തം ഓഫാക്കി വയ്ക്കുക. ഇവിടെയുള്ള സംഭവം മൊത്തം ഓഫാക്കി വെക്കുക. ഉള്ള പ്രൊട്ടക്ഷൻ സംഭവങ്ങൾ മൊത്തം നമ്മൾ ഓഫാക്കി വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഈ സംഭവം ഡിലീറ്റ് ചെയ്യും. അത് നമുക്ക് ഒരു വൈറസായിട്ടൊന്നും കണക്ക് കൂട്ടേണ്ട ആവശ്യം വരത്തില്ല. മീൻസ് ഒരു പ്രോപ്പർ വൈറസ് എന്ന് പറയാൻ കഴിയില്ല. ചില നമ്മൾ ഗെയിം നമുക്ക് ആക്സസ് ആവാനുള്ള ചില സംഭവങ്ങൾ അത് ഡിസേബിൾ ആക്കും. ആ ഫയൽ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അത് നെക്സ്റ്റ് കൊടുത്തു. നമുക്കിപ്പം കൊടുക്കുന്നത് ഏത് ഫയലിലാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കൊടുത്തു നെക്സ്റ്റ് അടിക്കുക. ഇത് പിന്നെ മറക്കരുത്, ഇൻ്റർനെറ്റ് കണക്ഷൻ നിങ്ങളുടെ PC അല്ലെങ്കിൽ ലാപ്പിൽ ഇല്ലെങ്കിൽ ഇതൊക്കെ ഓൾറെഡി ടിക്ക് ഇട്ടിട്ടായിട്ട് ഉണ്ടാവുക. അപ്പം ഇതിൽ ഈ അപ്ഡേറ്റ് ഡയറക്റ്റ് എക്സ് ഈ സംഭവങ്ങളൊക്കെ ഡിസേബിൾ ചെയ്ത് വെക്കുക. അത് നെറ്റില്ലെങ്കിൽ സംഭവം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നെറ്റില്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഇത് ഗെയിം ഫയലിൽ തന്നെയുള്ള സംഭവമാണ്. അത് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഈ സംഭവം ഗെയിം ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്താണ്, അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും കൂടി ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വല്ല ഇതുപോലെയുള്ള എന്തെങ്കിലും സിസ്റ്റം റിലേറ്റഡ് ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye.